ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ജീവന് തുല്യം സ്നേഹിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ വൈഫ് നിങ്ങളെ വിട്ട് എന്തെങ്കിലും പോകുമോ? ഈ കാര്യം ചിന്തിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന പെൺകുട്ടി ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെങ്കിൽ അവൾ കാണിക്കുന്ന കുറച്ച് സയൻസ് ഉണ്ട്. ഈ സയൻസ് ഒക്കെ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്ന വേറെയൊന്നുമല്ല, ഫ്യൂച്ചർ ലൈഫ് തന്നെയാണ്. അതായത് ആ ഒരു പെൺകുട്ടി നിങ്ങളെ ജീവന് തുല്യമാണ് തിരിച്ച് സ്നേഹിക്കുന്നത് എങ്കിൽ അവൾ ഫ്യൂച്ചർ ഗോൾസും അല്ലെങ്കിൽ ഫ്യൂച്ചർ ലൈഫിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അതായത് നിങ്ങളിപ്പോൾ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ഭാവിയിലേക്ക് നിങ്ങൾ എപ്പോൾ കല്യാണം കഴിക്കും, എവിടെ വെച്ചിട്ട് വേണം നിങ്ങളുടെ കല്യാണം, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടാവണം, നിങ്ങൾ പുതിയതായിട്ട് ഒരു വീട് വെക്കും, ആ വീട് എവിടെ വെക്കണം, ഒരു നിലയാണോ അല്ലെങ്കിൽ രണ്ട് നിലയാണോ, നിങ്ങൾക്ക് വണ്ടി വാങ്ങിക്കണം, എന്ത് വണ്ടിയാണ് വാങ്ങിക്കേണ്ടത് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായിട്ട് ആ ഒരു പെൺകുട്ടി നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ലൈഫ് ലോങ് ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സൈന്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, പൊസസീവ്നെസ് തന്നെയാണ്. അതായത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയോടോ അല്ലെങ്കിൽ പെൺകുട്ടിയോടോ ഒക്കെ സംസാരിക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടി എന്ത് ചെയ്യും, പൊസസീവ്നെസ് കാണിക്കും. അതായത് നിങ്ങൾ എന്തിനാ അവളോട് മിണ്ടി, എനിക്ക് അവളെ ഇഷ്ടമില്ല, അവൾ ഭയങ്കര സീനാണ്, അവളോട് മിണ്ടണ്ട, എനിക്ക് അവളോട് മിണ്ടുന്ന പോലെ ഇഷ്ടമല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൊസസീവ്നെസ്സും കാര്യങ്ങളൊക്കെ ആ ഒരു പെൺകുട്ടി കാണിക്കും. ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ നിങ്ങളെ ജീവന് തുല്യമാണ് സ്നേഹിക്കുന്നത് എന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, വഴക്ക് കൂടും. അതായത് നിങ്ങളും ആ ഒരു പെൺകുട്ടിയോട് കൂടി എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് തല്ലുകൂടും. അങ്ങനെ തല്ലുകൂടിയാലും ലാസ്റ്റ് അവൾ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളിപ്പോൾ പോയി സോറി പറയുകയാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ ആ വഴക്ക് കൂടിയ കാര്യമോ എന്താന്ന് പോലും ആ ഒരു കുട്ടിക്ക് ഓർമ്മയുണ്ടാവില്ല. പഴയതിന് അപ്പുറം നിങ്ങളോടൊന്ന് സംസാരിക്കുക, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പണായിട്ട് പറയും. അല്ലാതെ നിങ്ങൾ വഴക്കുണ്ടാക്കിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് മുഖമൊക്കെ വീർപ്പിച്ച് ബ്ലോക്ക് ആക്കുക ഒന്നും ആ ഒരു കുട്ടി ചെയ്യില്ല. ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടി പെരുമാറുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പഴയ സ്നേഹമാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എന്നോട് ഇങ്ങനെയാണ് പെരുമാറിയത്, എന്നെ മുത്തേന്ന് അല്ലെങ്കിൽ പൊന്നേന്ന് ഇങ്ങനെയൊക്കെയല്ലേ വിളിച്ചത്, ഇപ്പം എന്താ നിങ്ങൾ അങ്ങനെയൊന്നും വിളിക്കാത്തത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ വഴക്കുണ്ടാക്കും. അതായത് ഇപ്പോഴും നിങ്ങൾ കൊടുത്ത പഴയ സ്നേഹമുണ്ടല്ലോ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ആ ഒരു പെൺകുട്ടി എന്നും ജീവിക്കുന്നത്. അത്രമാത്രം അവൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത്രമാത്രം അവൾക്ക് നിങ്ങളെ ഇഷ്ടവുമാണ്. ഇതുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടി പഴയ സ്നേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് വഴക്കുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവൾ ഇപ്പോൾ എന്തിനാണ് ഈ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വഴക്കുണ്ടാക്കുന്നത് എന്നൊന്നും ആരും ചിന്തിക്കേണ്ട, അത് നിങ്ങളുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. അതായത് നിങ്ങളും ആ ഒരു പെൺകുട്ടിയോട് കൂടി സംസാരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ആ ഒരു പെൺകുട്ടി ഡീറ്റെയിൽഡ് ആയിട്ട് ഓപ്പണായിട്ട് പഴയതുപോലെ തന്നെ നിങ്ങളോട് ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ, അതായത് അവളൊരു ഉറുമ്പ് കടിച്ചാൽ പോലും ആദ്യം തന്നെ ആ ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് നിങ്ങളോടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു പെൺകുട്ടിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ വിട്ടിട്ട് അവൾ ഒരിക്കലും പോകത്തില്ല. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും പെൺകുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഉറപ്പിച്ചു വേണം ഈ ഒരു കുട്ടി ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന്. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ട്രിപ്പ് പ്ലാനിങ് ആണ്. അതായത് എല്ലാവർക്കും ട്രിപ്പൊക്കെ പോകാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ? ഈ പെൺകുട്ടി, അതായത് നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയൊക്കെ പോകണം, ഏതൊക്കെ സ്ഥലത്ത് പോകണം, എവിടെയൊക്കെ ട്രാവൽ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ അവിടെ കൊണ്ടുപോകണം, ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടി നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടി അത്രമാത്രം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നതാണ്.
അപ്പോൾ ഈ പറഞ്ഞ 6 സൈനൊക്കെ ഉള്ള ഒരു കുട്ടീനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് എങ്കിൽ ഉറപ്പിച്ചോ, ആ ഒരു കുട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത്രയും സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അതായത് അവൾ എന്നും നിങ്ങളുടെ ഒപ്പം ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം അറിയില്ലാതെ നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഡൗട്ടൊക്കെ ഉള്ളവർ, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.